ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരൻ മസൂദ് അസറിനെ പാക് അധിനിവേശ കാശ്മീരിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട്. തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവനും 2001 പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയുമായ മസൂദ് അസറിനെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ സ്കർഡുവിൽ കണ്ടെന്നാണ് ഇന്റലിജൻസ് വിവരം. സംഘടനയുടെ ശക്തകേന്ദ്രമായ ബഹാവൽപൂരിൽ നിന്ന് 1000 കിലോമീറ്ററിലധികം അകലെയുള്ള പാക് അധീന കാശ്മീർ മേഖലയാണിത്. ഇന്ത്യ ടുഡേയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത്. 2016 പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലെ ആക്രമണം, 40-ലധികം സൈനികർ കൊല്ലപ്പെട്ട 2019 പുൽവാമ ഭീകരാക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ നിരവധി ഭീകരപ്രവർത്തനങ്ങളുടെ സൂത്രധാരനായിരുന്നു അസ്ഹർ. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ സ്കർദുവിലുള്ള സത്പാറ റോഡ് പരിസരത്താണ് അസ്ഹറിനെ കണ്ടതെന്നാണ് വിവരം. ആകർഷകമായ തടാകങ്ങളോട് കൂടിയ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഒളിച്ചു താമസിക്കാൻ പറ്റിയ ഇടമാണിതെന്നാണ് വിലയിരുത്തൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ ബഹാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രവും തകർത്തിരുന്നു. ജെയ്ഷെ ഈ കേന്ദ്രം പുനരാരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇന്ത്യ, US, ഐക്യരാഷ്ട്രസഭ എന്നിവ ഉപരോധം ഏർപ്പെടുത്തിയ അസ്ഹർ പാകിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ പിടികൂടി ഇന്ത്യയെ ഏൽപ്പിക്കുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ ഈയടുത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അസ്ഹർ അഫ്ഗാനിസ്ഥാനിലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അയാൾ പാകിസ്ഥാന്റെ മണ്ണിലുണ്ട് എന്ന വിവരം തെളിവ് സഹിതം പങ്കുവച്ചാൽ ഞങ്ങൾ അയാളെ സന്തോഷത്തോടെ പിടികൂടി ഇന്ത്യയെ ഏൽപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അറസ്റ്റ് ചെയ്യാൻ മസൂദ് അസറിന്റെ വിവരങ്ങൾ ഇന്ത്യ നൽകണമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഏതെങ്കിലും രാജ്യവുമായി ഭീകരവിരുദ്ധ സഹകരണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആശങ്കകളും അവർ അവരുടെ ആശങ്കകളും പങ്കുവയ്ക്കും. അങ്ങനെയാണ് ലണ്ടനിലെ ആക്രമണങ്ങൾ, ന്യൂയോർക്കിലെ ആക്രമണങ്ങൾ, പാകിസ്ഥാനിലെ ആക്രമണങ്ങൾ എന്നിവ തടയാനായത് എന്നത് ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. അസർ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു കാലത്ത് ഭീകരവാദികളെന്ന് വിളിച്ചിരുന്നവർക്ക് തന്നെ ഇപ്പോൾ അധികാരം കൈമാറി. നാറ്റോയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ചെയ്യാൻ കഴിയാത്തത് പാകിസ്ഥാന് അവിടെ ചെയ്യാനാവില്ല എന്ന് പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ കൂടിയായ ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. അതേസമയം അസ്ഹർ ഇപ്പോഴും തന്റെ സ്ഥിരം താവളമായ ബഹാവൽപൂരിൽ തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ ജെയ്ഷെ പ്രവർത്തകർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ശ്രമം നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അസ്ഹറിന്റെ പഴയ പ്രസംഗങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് അയാൾ ഇപ്പോഴും ബഹാവൽപൂരിൽ തന്നെയാണ് എന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങളാണ് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോഴും അസറിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇത് ആദ്യമായല്ല അസർ ബഹാവൽപൂരിൽ നിന്ന് മറ്റൊരു ഒളിത്താവളത്തിലേക്ക് മാറുന്നത്. 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം അസ്ഹർ ബഹാവൽപൂരിൽ നിന്ന് പെഷവാറിലെ ഒരു രഹസ്യ സുരക്ഷിത താവളത്തിലേക്ക് മാറിയിരുന്നു. അതേസമയം ജെയ്ഷെയുടെ ആസ്ഥാനമായ ജാമിയ സുബ്ഹാൻ അല്ലാഹിൻ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ തടങ്കലിലായിരുന്ന അസറിനെ 1999 കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നാലെയാണ് വിട്ടയച്ചത്. 2019 UN ആഗോള ഭീകരനായി ഇയാളെ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.